ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ഹോം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു ബൗളെടുത്തു, അതിലരിപ്പ് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് മൈദയാണ് അളന്നെടുക്കുന്നത്. 1 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 1 കിലോ കേക്കിന് 1.5 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ പൊടിച്ചത്. ഇനി ഇത് ഒരു നുള്ളുപ്പും കൂടി ഇടണേ. ഞാനത് ഇതിൽ വീഡിയോയിൽ എടുത്തിട്ടില്ല. നുള്ളുപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. 1-2 തവണ മിക്സ് ചെയ്യാൻ പറ്റും, അത്രയും നല്ലത്. ഒരു വിസ്ക് കൊണ്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം മുട്ട ബീറ്റ് ചെയ്യാം. ഞാൻ സ്റ്റാൻഡ് ബീറ്ററിലാണ് മുട്ട ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹാൻഡ് ബീറ്ററിലോ മിക്സിയിലോ മുട്ട ബീറ്റ് ചെയ്യാം. അപ്പോൾ 4 മുട്ടയാണ് ഞാനിപ്പോൾ 1 കിലോ മൈദയ്ക്ക് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു, അതുപോലെ ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ 1/2 കപ്പ് ക്യാരമൽ, പഞ്ചസാര ക്യാരമൽ ചെയ്തത് സിറപ്പാണിത്. ഇനി ഇതെങ്ങനെ കൂട്ടുന്നു നോക്കാം. ഈ ക്യാരറ്റിലേക്കും ഡേറ്റ്സിലേക്കും നമുക്ക് ഒരല്പം മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരുമിച്ച് മിക്സ് ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ് സാധാരണ. രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ബാറ്ററിൻ്റെ അടുത്തോട്ട് പോവാം. മുട്ട ബീറ്റ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിംഗ് ബ്ലേഡ് ഇട്ടിരിക്കുകയാണ്. ബാക്കി മിക്സ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ മൈദ മിക്സ് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറേശ്ശെ തന്നെ ക്യാരറ്റും ഈന്തപ്പഴത്തിൻ്റെ മിക്സും എല്ലാം കൂടി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. വീണ്ടും മൈദ ഇട്ട് കൊടുക്കുക. അതുപോലെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ആക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ക്യാരമൽ സിറപ്പാണ്, 1/2 കപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര നേരത്തെ ഇട്ടായിരുന്നു, അതിൻ്റെ കൂടെ 1/2 കപ്പ് ക്യാരമൽ സിറപ്പും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാലേ ബാറ്റർ നല്ലൊരു സോഫ്റ്റ് ആവുള്ളൂ. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് സ്പാച്ചില കൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു മധുരം ബാലൻസ് ചെയ്യേണ്ട ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ എടുത്തിരുന്നില്ല. അപ്പം ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇനി ബാറ്റർ ഒഴിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഒട്ടിച്ച് സൈഡും കവർ ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇനി ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു. ഇനി ഒന്ന് തട്ടിക്കൊടുക്കണം. ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഓവൻ നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. നൂറ്റി 180 ഞാൻ വെച്ചിട്ടുള്ളത്. അതുപോലെ ടൈമർ 50 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്. കോയിൻ അടിയിലത്തെ കോയിൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പം ഇനി ആയിട്ടാകുമ്പം വീഡിയോ എടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ എടുക്കാം.
നല്ല അടിപൊളിയായിട്ട് കേക്കായിട്ടുണ്ട്. ഉണ്ടാ കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതാണ് ഇന്ന് നമ്മുടെ ക്യാരറ്റ് കേക്ക്. ഇതെനിക്ക് സെയിൽ ചെയ്യേണ്ട കേക്കാണ്, അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ കേക്കിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്.